ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8ലേക്ക് സ്വാഗതം. ഞാൻ ഗൗതമൻ. നമുക്കറിയാം, പഴയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 4 വർണ്ണങ്ങളുണ്ടായിരുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അപ്പോൾ ഇതിൽ ആദ്യകാലത്ത് ബ്രാഹ്മണനും ക്ഷത്രിയനും വലിയ ദോസ്തുകളായിരുന്നു, വലിയ ഫ്രണ്ട്സായിരുന്നു. കാരണം ഒരാൾ രാജ്യം ഭരിക്കാൻ മറ്റുള്ളവരുടെ രാജ്യാധികാരികളെല്ലാം നോക്കി നടത്തുക. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ ബന്ധം വഷളാവുകയും ഇതേ പോയി കഴിഞ്ഞിട്ട് പിന്നെ ബ്രാഹ്മണരും വൈശ്യരും തമ്മിലാണ് പിന്നെ ബന്ധമുണ്ടായത്. ആ ബന്ധം ഇപ്പോഴും തുടരുവാണ്. ഗുജറാത്തി വൈശ്യന്മാരും ബ്രാഹ്മണന്മാരും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയെ 2 പേര് വിൽക്കുകയും 2 പേര് വാങ്ങുകയൊക്കെ ചെയ്യുന്നതായി നമുക്കറിയാം. അതിപ്പോഴും തുടങ്ങിയൊന്നുമില്ല, പണ്ട് മുതലേ ഉള്ളതാണ് ഈ ബ്രാഹ്മണരും വൈശ്യരും. നൂറ്റാണ്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് സഹസ്രാബ്ദം എന്ന് പറയാം, ആ കാലം മുതൽ ഇവർ തമ്മിലായിരുന്നു ബന്ധം. ആദ്യം നമ്മൾ പറഞ്ഞ ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിലുള്ള ബന്ധം അത് 2000 വർഷം മുമ്പ് തന്നെ നശിച്ചു പോയിരുന്നു. പിന്നെ അന്ന് മുതൽ തന്നെ ഈ ബ്രാഹ്മണരും വൈശ്യരും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ റൂട്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അയണേജിന് ശേഷം ഈ BC 10-9 കാലഘട്ടത്തിലൊക്കെ മൈഗ്രേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ വെസ്റ്റേൺ റീജിയനിൽ നിന്ന്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഇവർ കിഴക്കോട്ട് യാത്ര ചെയ്യുകയും അങ്ങനെ പുതിയ സ്ഥലങ്ങൾ പോയി താമസിക്കുകയും, അതായത് ഇത് ഈ ഗംഗയുടെ പടിഞ്ഞാറൻ സമതലത്തിൽ പോയി താമസിക്കുകയും അവിടെ ചെന്നപ്പോഴത്തേക്കും പുതിയ സ്ഥലത്ത് തൊഴിൽ അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് വീട് വയ്ക്കണം, അങ്ങനെ കൃഷി ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യം വരുമ്പോഴത്തേക്കും ആണ് ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയത്. ആ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ അതിനകത്താണ് ഈ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വർണ്ണവ്യവസ്ഥ തൊഴിൽ ചൂഷണത്തിന് വേണ്ടിയാണ് വർണ്ണവ്യവസ്ഥ തുടങ്ങിയത്, മറ്റൊന്നിനുമല്ല. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ കേമന്മാരാണ്, അല്ല ആരും എല്ലാവരും ഞങ്ങളെക്കാൾ കീഴുള്ളവർക്ക് മോശമാണ്, ഞങ്ങളാണ് ഏറ്റവും കേമന്മാർ എന്ന് പറയുന്നത് ഈ തൊഴിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. വെറുതെ പൈസ കൊടുക്കാതെ തന്നെ തൊഴിൽ ചൂഷണം സേവനങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക, അതിനുള്ള കാര്യമാണ്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഇത് സംസാരം എന്ന് പറഞ്ഞു, അതായത് ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, പരിപാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മോശം കിട്ടത്തില്ല, മരിച്ചതിന് ശേഷം പിന്നെ ജീവിതമുണ്ട്, ജന്മം ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും, ഇതെല്ലാം പറഞ്ഞ് സംസാരം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അതിനുശേഷം പിന്നെ ഇത് വന്നു, ഈ ആശ്രമ വ്യവസ്ഥ വന്നു, അതെല്ലാം തകർന്നു. അങ്ങനെ ബ്രാഹ്മണിസം തന്നെ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം മറുവശത്തെ ക്ഷത്രിയർക്ക് ദ്രാവിഡ നാഗവംശികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനുമൊക്കെ പിക്ചറിന് വെളിയിലാകുകയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് വെളിയിലാകുകയും അധപ്പതിച്ച ജീവിതം നയിക്കേണ്ട ഒരു കാലഘട്ടം BC 6 ശേഷം 6, 5, 4, 3, 2 കാലഘട്ടത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ബ്രാഹ്മണന് യാതൊരു വിലയില്ലായിരുന്നു, ക്ഷത്രിയനും വിലയില്ലായിരുന്നു. അന്ന് നാഗവംശികൾ, ഈ നമ്മുടെ ഇവിടുത്തെ വടക്കുള്ള ഭാഗത്തെ ആൾക്കാരെ നാഗവംശികളും ഇവിടെയുള്ള തെക്ക് ഭാഗത്തുള്ള ആൾക്കാരെ ദ്രാവിഡരെന്ന് വിളിക്കും. രണ്ടും ദ്രാവിഡ വംശം തന്നെയാണ്, ഒന്ന് ദ്രാവിഡ അല്ലെങ്കിൽ മറ്റൊന്ന് നാഗവംശി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവരായിരുന്നു രാജാക്കന്മാർക്കായിരുന്നു. നമുക്കറിയാം, അന്നത്തെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഒന്ന് ഹണ്ടിങ്, അല്ലെങ്കിൽ മുടി വെട്ടുക. അത് കാരണം വലിയ മെയിൻ തൊഴിലായിരുന്നു. മുടി വെട്ടുകാരൻ്റെ മകൻ രാജാവായിട്ടുണ്ട്, ഹണ്ടിങ് ചെയ്ത ആൾക്കാരുടെ മക്കൾ രാജാവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ തൊഴിലുകളായിരുന്നു. അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്തിരുന്ന ഈ നാഗവംശികൾ, അല്ലെങ്കിൽ അവിടുത്തെ ദ്രവേഡിയൻസ്, അവരൊക്കെയാണ് ശക്തന്മാരായതും രാജാക്കന്മാരായതും. അവരുടെ മുന്നിൽ ഈ ക്ഷത്രിയരെന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്ഷത്രിയർക്ക് നമ്മൾ വീരവാദം അടിക്കുന്നത്, അവർക്ക് ക്ഷത്രിയർ വലിയ യുദ്ധവീരന്മാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തതിൻ്റെ ചരിത്രമോ ഒന്നുമില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, പുരാണത്തൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരൊന്നും ആ തരത്തിലുള്ളൊന്നും ബ്രില്യൻ്റ് ആയിട്ട് ഒന്നും ചരിത്രത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പം സമൂഹത്തിന് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്ത ഇവരും തരം താഴ്ന്നു പോയി, ക്ഷത്രിയരും ബ്രാഹ്മണരും. അപ്പോൾ ആ സമയത്ത് വൈശ്യർ അവരും ചെയ്തു, അവർ കച്ചവടം ചെയ്തും കൃഷി ചെയ്തും ഒക്കെ അവർ ജീവിച്ചു. നല്ല രീതിയിൽ കൃഷി ചെയ്തു, കച്ചവടം ചെയ്തു. അതുപോലെ അവരുടെ കൂടെ വലിയ ശൂദ്രന്മാരും ഉണ്ടായിരുന്നു. കൃഷിപ്പണി, കൈത്തൊഴിൽ, കന്നുകാലി വളർത്തൽ, കച്ചവടം, അതുപോലെ ചെറിയ ഗതാഗതം, ഇതെല്ലാം ചെയ്താണ് ഈ വൈശ്യർ അന്ന് ജീവിച്ചിരുന്നത്. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ഉണ്ടാകുമ്പോഴത്തേക്കും ബുദ്ധിസത്തിൻ്റെ വരവോടെ ഈ കൃഷി കൂടുതൽ പുരോഗമിച്ചു. അങ്ങനെയപ്പോഴത്തേക്ക് ഈ എല്ലാ വൈശ്യന്മാരും ബുദ്ധിസത്തെ സപ്പോർട്ട് ചെയ്തു. അവർ ധാരാളം കൈ അയച്ച് സംഭാവനകൾ കൊടുക്കുകയും ബുദ്ധനെ സ്വീകരിക്കുകയും ബുദ്ധൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവരെല്ലാം ബുദ്ധമതത്തിൽ ചേരുകയൊക്കെ ചെയ്തു. അങ്ങനെ വൈശ്യന്മാർ ബുദ്ധമതത്തിന് അന്ന് ധാരാളം കൈ അയച്ച് സഹായം ചെയ്ത ആൾക്കാരാണ് ബുദ്ധമതത്തിൻ്റെ വികാസത്തിന് വേണ്ടി. അതുപോലെ ബുദ്ധമതം കൊണ്ടാണ് അവരുടെ ഈ കൃഷി കച്ചവടം വളർന്നു. ബുദ്ധമതം പഠിക്കാനായിട്ട് വിദേശത്ത് നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വരികയും അങ്ങനെ കച്ചവടം വിപുലപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ രണ്ടും ഒരു മ്യൂച്വലായിട്ട് 2 പേർക്കും ഗുണം ഉണ്ടായതാണ്, വൈശ്യന്മാർക്കും അതുപോലെ ബുദ്ധമതത്തിനും. അങ്ങനെ അപ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ ബുദ്ധിസം സകല മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ്
നിന്ന് കൃഷിയിലും കച്ചവടത്തിലും വിദ്യാഭ്യാസത്തിലൊക്കെ സകല സമൂഹത്തിൽ തന്നെ വളരെയധികം വിപ്ലവം ഉണ്ടാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി, എല്ലാവർക്കും തൊഴിൽ, കൈത്തൊഴിൽ, പുതിയ കൈത്തൊഴിലുകൾ കണ്ടെത്തി. അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിസം ധാരാളം ചേഞ്ചസ് കൊണ്ടുവരുന്നു, സമൂഹത്തിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. അപ്പോൾ ആ നേരം ഇതിലൊന്നും പങ്കാളികളാകാൻ ഈ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും പറ്റിയില്ലായിരുന്നു. അവരെപ്പോഴത്തെ ആ സമയത്ത്, കാരണം അവർക്ക് അധ്വാനിക്കുന്ന പണിയില്ല. അപ്പോഴത്തേക്ക് ഇവർ തട്ടിപ്പുകാരെന്ന നിലയിലാണ് അവർ ജീവിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു യുഗം ഉണ്ട്, ഹൂ ഈസ് സുപ്പീരിയർ. ബ്രാഹ്മണർ പറയുന്നത് ഞങ്ങളാണ് എല്ലാത്തിനും മേലെയെന്ന് ക്ഷത്രിയരോട് പറയും, ക്ഷത്രിയർ പറയും ഞങ്ങളാണ് എല്ലാത്തിനും മേലെയെന്ന്. അപ്പോൾ ഇത് ആദ്യം തുടങ്ങിയത് പണ്ട് ഇവർ നാട്ടുരാജ്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും യുദ്ധത്തിന് പോകുന്നതും തല്ലി മേടിക്കുന്നതും കിട്ടുന്നതും ഒക്കെ ക്ഷത്രിയർക്കായിരുന്നു. അപ്പോഴത്തേക്കും അവർ ഞങ്ങളിതെല്ലാം മേടിക്കാനായിട്ട് ഞങ്ങൾ രാജാവ്, ഞങ്ങളാണ് രാജ്യത്തെ കാക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളാണ് സുപ്പീരിയർ എന്ന് അവർ പറയും. അപ്പോൾ രാമൻ പറയും അല്ല, ഞങ്ങളാണ് നിങ്ങളെ രാജാവാക്കാൻ പൂജ ചെയ്തത്, പൂജ നിങ്ങളെ രാജാവാക്കിയ പൂജ ഞങ്ങളാണ് ചെയ്ത്, രാജാവാക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ പറയുന്ന പോലെയാണ് നിങ്ങൾ പോകുന്നത്, യുദ്ധത്തിന് പോകുന്നതും വരുന്നതും ഓരോ ദിവസത്തെയും കാര്യങ്ങൾ തീരുമാനിക്കും ഞങ്ങളാണെന്ന്, അതുകൊണ്ട് ഞങ്ങളാണ് സുപ്പീരിയർ എന്ന് ബ്രാഹ്മണൻ പറയും. ഏതായാലും ഈ ഈഗോ അവരെ ഇടയ്ക്കുണ്ടായിരുന്നു. അവസാനം ഈ ഈഗോ ഇടയ്ക്ക് പിന്നെ പരശുരാമൻ്റെ പ്രശ്നങ്ങൾ വന്നു, പരശുരാമനുമായിട്ടുള്ള അടിയുണ്ടായി. അതിനുശേഷം ഇവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞിട്ട് അവർ പിന്നെ 220 ഭാരതം എന്ന രാഷ്ട്രം ഉണ്ടാക്കി നമ്മൾ കണ്ടു. അതിനുശേഷം 175 ഇവർ മറ്റവർ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് ആ ഭാരതദേശം അടിച്ച് ഒതുക്കി ഭാരതത്തിനെ ഇല്ലാതാക്കിയതും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭാരതത്തിൽ പഞ്ചവംശ ബ്രാഹ്മണം എഴുതിയുണ്ടാക്കി അവരുടെ സ്ഥാനമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചു. അതിനുശേഷം പിന്നെ ഇവർ പുതിയ സിവിൽ ലോ ഉണ്ടാക്കി ഈ ഏറ്റവും ഉയരത്തിൽ ബ്രാഹ്മണനെ വയ്ക്കുകയും അതിനുശേഷം ക്ഷത്രിയരെ എടുത്തു കളഞ്ഞിട്ട് ആ സ്ഥലത്ത് വൈശ്യരെ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ വൈശ്യരും ബ്രാഹ്മണനും തമ്മിൽ അടുക്കുന്നത്. അത് അങ്ങനെ അടുക്കുന്നത് ഈ മനുസ്മൃതി എഴുതിയതിന് ശേഷം പിന്നെ ഉണ്ടായ അടുത്ത ഈ ഭരണഘടന അവർ എഴുതിയുണ്ടാക്കിയത് അതാണ്. ഈ പഞ്ചവംശ ബ്രാഹ്മണൻ ഉണ്ടാക്കിയാണ് ഇവർ ഈ 155 ശേഷം ഇവർ ബ്രാഹ്മണരുടെ കീഴെ ഈ വൈശ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ അടുത്തു. അപ്പം ഈ ക്ഷത്രിയരുടെ പിക്ചറിൽ നിന്ന് വെളിയിൽ പോയി, അവർ പിന്നെ പിക്ചറിലില്ല. അങ്ങനെ അവരുടെ ഉന്മൂലനം നടത്തിയതിന് ശേഷം അവർ പിന്നെ ഇല്ല. പിന്നെ ബ്രാഹ്മണനും വൈശ്യനും തമ്മിലാണ് പിന്നെ അവിഹിത ബന്ധം, അല്ല അന്ന് മുതലാണ് ഇവർ തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങുന്നത്. ആദ്യത്തെ അതാണ്. അപ്പം ഈ ക്ഷത്രിയരുടെ സ്ഥാനത്തേക്ക് വൈശ്യരെ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ 2ാം സ്ഥാനം അവർക്ക് കിട്ടി. അതിൻ്റെ അപ്പോൾ ആദ്യ കാരണം ഈ ബ്രാഹ്മണ്യമായ വൈശ്യരെ അടുക്കാൻ ഈ കാരണം ഇതാണ്, സമൂഹത്തിൽ അവർക്ക് 2ാം സ്ഥാനം കിട്ടി. അങ്ങനെ 2ാം സ്ഥാനം കിട്ടിയതോടുകൂടിയും ഈ ക്ഷത്രിയർ പിക്ചറിലില്ലാതെ വന്നപ്പോഴത്തേക്കും ഈ വൈശ്യർ ബ്രാഹ്മണരുമായിട്ട് കൂടുതലെടുത്തു. അതിനുശേഷം ഈ ബ്രാഹ്മണ വൈശ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് നമ്മൾ കാണുന്നത് ഇനി അടുത്ത 3-ാം നൂറ്റാണ്ടിൽ. അന്നേരം ഇതുപോലൊരു സംഭവമുണ്ട്. അത് ഈ പുഷ്യമിത്ര ശുംഗൻ്റെ ചെറിയ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി പിന്നെ അദ്ദേഹം അധികകാലം ഭരണം നടത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് ഒരു കഴിവില്ലാത്തവനായിരുന്നു, അഗ്നിമിത്രനായിരുന്നു. ആ സമയത്ത് പിന്നെ ഗ്രീക്കിൽ നിന്ന് പല രാജാക്കന്മാർ ഇവിടെ വരും ആക്രമിക്കുകയും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും പിന്നെ ഒരു സാമന്ത രാജ്യമായിട്ട് പിന്നെ കുറച്ച് നാൾ ഭരണം നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന കൻവാസ്, കുഷാൻസ്, ഷാഹാസ്, ശതവാഹനാസ് ഒക്കെ ശക്തി പ്രാപിക്കുകയും അവരുടെയൊക്കെ ആക്രമണം വീഴ്ത്തിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ സൈസ് വളരെ കുറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ശുംഗ ഡൈനാസ്റ്റി ദുർബലമായി പുതിയ രാജ്യങ്ങൾ വന്നു ഉടലെടുത്തു. അവരെല്ലാം ശക്തന്മാരായി. അങ്ങനെ ഇവരുടെ ഈ ബ്രാഹ്മണ രാജ്യം അങ്ങനെ അതപ്പതിച്ച നിലയിലായി. അത് അങ്ങ് തീർന്നു പോയി. അതിനുശേഷം വീണ്ടും ഈ ബുദ്ധരാജാക്കന്മാരായിരുന്നു. ഇതിൽ ഈ ഷാഹാസ് ബുദ്ധന്മാരായിരുന്നു. അവരാണ് നമുക്ക് ഷാഹ കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ കലണ്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഷാഹാസ് അത് ബുദ്ധന്മാരായിരുന്നു. ശതവാഹനാസ് ബുദ്ധന്മാരായിരുന്നു. കൻവാസ് അത് ബുദ്ധന്മാരായിരുന്നു. കുഷാൻസ് നമ്മുടെ ചക്രവർത്തി കുഷാൻ ചക്രവർത്തി അദ്ദേഹം ബുദ്ധ മതം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബുദ്ധരാജവംശങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ കനിഷ്കൻ, അദ്ദേഹത്തിൻ്റെ പേര് കനിഷ്കൻ എന്നായിരുന്നു. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും ബ്രാഹ്മണരൊക്കെ വീണ്ടും വലിയ അകപ്പതിച്ച നിലയിൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഈ കൻവാസിനും ഷാഹാസിനും കുഷാസിനും ശതവാഹസിനും തുടർച്ചയായിട്ട് വന്ന ഒരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ഗുപ്തരാജവംശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇന്നത്തെ അഗർവാൾ എന്ന് പറഞ്ഞൊരു കാശുണ്ട്, അഗർവാൾ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ. അപ്പം അതിൻ്റെ അവരുടെ പിൻഗാമികളായിരുന്നു ഈ ഗുപ്തരാജവംശം, അല്ലെങ്കിൽ ഗുപ്ത അത് ഇതിലാണ്. അപ്പോൾ അത് വൈശ്യ അഗർവാൾ അല്ലെങ്കിൽ ധരാര ഗോത്രമാണ്. ധരാര ഗോത്രം അവരും ഒരു രാഷ്ട്രം സ്ഥാപിച്ചു, അല്ലെങ്കിൽ അവർ ഡൈനാസ്റ്റി ഉണ്ടാക്കി. അതിൻ്റെ പേര് ഗുപ്ത ഡൈനാസ്റ്റി എന്നായിരുന്നു, ഗുപ്ത ഡൈനാസ്റ്റി. ഈ ധരാര ഗോത്രത്തിൽ ഇന്ന് അഗ്രവാൾ എന്ന് പറയുന്ന അവരുടെ പിൻഗാമികളാണ്. അവരാണ് ഈ സിരി ഗുപ്ത എന്ന് പറഞ്ഞ ആളാണ് ഈ ഗുപ്ത രാജവംശം സ്ഥാപിച്ചത്, സിരി ഗുപ്ത.
അദ്ദേഹം ബുദ്ധമതക്കാരനായിരുന്നു. അപ്പോൾ ഈ ഗുപ്ത രാജവംശം ആദ്യം ബുദ്ധമതക്കാരുടേതായിരുന്നു. സിരി ഈ സിരിഗുപ്ത ബുദ്ധമതം സ്ഥാപിക്കുകയും ഈ ഗുപ്ത രാജവംശം സ്ഥാപിക്കുകയും അതിനുശേഷം അദ്ദേഹം 40 വർഷം രാജ്യം ഭരിച്ചു. അപ്പോൾ അദ്ദേഹം ഭരിച്ച സമയത്ത് ഈ ഗുപ്ത രാജവംശം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ആ ഭരണപ്രദേശം കംപ്ലീറ്റ് റിപ്പബ്ലിക്കൻ ഭരണപ്രദേശമായിരുന്നു. അതിനുശേഷം 40 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ധാരാളം വിഹാരങ്ങൾ ഉണ്ടാക്കുകയും ധാരാളം ചെറിയ ചെറിയ ലേണിംഗ് സെൻറ്ററുകൾ ഉണ്ടാക്കുകയും അദ്ദേഹം ആരാധനാലയങ്ങൾ ഈ ബുദ്ധൻ്റെ ആരാധന ഉണ്ടാക്കുകയും അതിനുശേഷം ധാരാളം പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, കച്ചവടം ചെയ്യാനുള്ള ചന്തകൾ, അതുപോലെ ഡാമുകൾ, ഇതെല്ലാം ഉണ്ടാക്കി അദ്ദേഹം ഭരണം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി റിപ്പബ്ലിക്കൻ ഭരണം കാഴ്ചവെച്ചു 40 വർഷം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഖഡോൽക്കച്ച് ഗുപ്ത. അദ്ദേഹം 40 വർഷം ഭരിച്ചു. അങ്ങനെ 40 വർഷം ഈ ബുദ്ധരാജാക്കന്മാർ ഗുപ്ത ഡൈനാസ്റ്റിയിൽ ഭരണം നടത്തി. ആ 80 വർഷമാണ് ഈ ഗുപ്ത രാജാക്കന്മാരുടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ സുവർണകാലം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇന്ന് ചരിത്രം പഠിക്കുന്നുണ്ട് ഗുപ്ത ഭരണകാലം ഇന്ത്യയുടെ സുവർണകാലം എന്നായിരുന്നു. അത് ആക്ച്വലി ഇവർ പറയുന്ന ആ ഗുപ്ത ഭരണകാലമല്ല. അതിന് മുമ്പ് ആദ്യത്തെ ഗുപ്ത രാജാക്കന്മാരായിരുന്ന സിരിഗുപ്തയുടെ 40 വർഷവും അദ്ദേഹത്തിൻ്റെ മകനായ ഖഡോൽക്കച്ച് ഗുപ്തയുടെ 40 വർഷവുമാണ് പൊതുജനങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. 80 വർഷം, 40-80 വർഷം. അതാണ് അവർ രണ്ടും ബുദ്ധരാജാക്കന്മാരായിരുന്നു. അവരുടെ രാജ്യമായിരുന്നു ഭരണം നടത്തിയിരുന്നത് റിപ്പബ്ലിക്കൻ രീതിയിലായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് ഈ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇതിനുശേഷം ഒരു അബദ്ധം പറ്റി. അതായത് ഖഡോൽക്കച്ച് ഗുപ്തൻ്റെ മകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അപ്പം ആ സമയത്ത് ഈ നേപ്പാൾ ഭരിച്ചിരുന്ന ലിച്ച്വീസ് എന്ന് പറഞ്ഞൊരു അതും ബുദ്ധ വംശം തന്നെയായിരുന്നു. നേപ്പാൾ ഭരിച്ചിരുന്ന ലിച്ച്വീസ്. അപ്പോൾ ഈ ലിച്ച്വീസ് ബുദ്ധരാജവംശമായിരുന്നു. അദ്ദേഹത്തിൽ അവിടുത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഈ ഖഡോൽക്കച്ച് ഗുപ്തൻ അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ഈ ലിച്ച്വീസ് അവരെന്തോ കാരണത്താൽ ഈ ബുദ്ധമതം ഒഴിവാക്കി അവർ വൈഷ്ണവ മതത്തിൻ്റെ ഫോളോവേഴ്സായി. വൈഷ്ണവരായില്ല, കാരണം ഇവരെല്ലാം വൈശ്യന്മാരാണ്. അതുകൊണ്ട് വൈഷ്ണവരാവില്ല, വൈഷ്ണവ മതത്തിൻ്റെ ഫോളോവേഴ്സായി. എന്തുകൊണ്ടോ വല്ല ഭീഷണി കൊണ്ടോ വല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം അവർ നേപ്പാളിലെ ലിച്ച്വീസ് വൈഷ്ണവമത ഫോളോവേഴ്സ് ആവുകയും അവരുടെ മരുമകനെ കൊണ്ട്, അതായത് ഈ ഖഡോൽക്കച്ച് ഗുപ്തൻ്റെ മകനായ ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കൊണ്ട് ഗുപ്തരാജവംശത്തിലെ രാജകുമാരനെയും അവർ ഇത് വൈഷ്ണവ ഫോളോവറാക്കി മാറ്റിയെടുത്തു. അപ്പോൾ പിതാവ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ്, ഈ ഖഡോൽക്കച്ച് ഗുപ്തന് വിവരങ്ങളൊക്കെ അറിഞ്ഞ് വളരെ വ്യസനിച്ച് വളരെ ദുഃഖിതനായിട്ടാണ് പുള്ളി മരിക്കുന്നത്. അങ്ങനെ 40 വർഷത്തെ ഭരണത്തിന് ശേഷം പുള്ളി മരിച്ചതിന് ശേഷം പിന്നെ പവറിൽ വന്നത് അദ്ദേഹം ഈ മകനായ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ വന്നതോടുകൂടി രാജ്യം ഒരു ബ്രാഹ്മണ രാജ്യമായിട്ട് മാറി. കാരണം അദ്ദേഹം ഇതിൻ്റെ വൈഷ്ണവ ഫോളോവറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തൊരു ബ്രാഹ്മണ രാജ്യമാക്കി മാറ്റിയെടുക്കുകയും 320 AD 320. അപ്പം അങ്ങനെ ഗുപ്തവംശത്തിൻ്റെ ഗോൾഡൻ ഇര കഴിഞ്ഞു, റിപ്പബ്ലിക്കൻ റൂൾ കഴിഞ്ഞു, രാജ്യം വൈഷ്ണവർ ഭരിക്കുന്ന ബ്രാഹ്മണ രാജ്യമായി അങ്ങ് മാറി. അപ്പോൾ 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതുവരെ ഈ കൻവാസ്, ഷാഹാസ്, കുഷാൻസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടവും അതുപോലെ ഗുപ്ത രാജവംശത്തിൻ്റെ ആദ്യത്തെ 80 വർഷം അങ്ങനെ ആകെ 500 വർഷമായിട്ട് അവിടെ ഇതൊന്നും യാഗവും യജ്ഞവും ബലിയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ അശ്വമേധമൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം വീണ്ടും തിരിച്ചു വന്നു. ബ്രാഹ്മണരെല്ലാം വളരെ ആക്റ്റീവായി. ഇതെല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ വീണ്ടും മനുസ്മൃതി അനുസരിച്ചുള്ള ടാക്സുകളാണ് പിന്നെല്ലാം തിരിച്ചു വന്നത്. അതുപോലെ ഹെവി ടാക്സ്, ഏതാണ്ട് 90% ടാക്സ്. ആൾക്കാർ എന്തെങ്കിലും അധ്വാനിച്ചാൽ അതിൻ്റെ 90% ടാക്സും ഗവൺമെൻറ് പിടിച്ചു പറിക്കുമായിരുന്നു. അതായത് ബാക്കിയുള്ള ജനങ്ങൾ ജീവിച്ചാൽ മതി, ഇതെല്ലാം ഗവൺമെൻറ്. ഇതെന്തിനാണ്? ഇവർ ബ്രാഹ്മണരെ കൂട്ടാൻ വേണ്ടിയായിരുന്നു. ബ്രാഹ്മണരുടെയൊക്കെ സൗഖ്യം, ബ്രാഹ്മണർക്കും പശുവിനും സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതെല്ലാം പിടിച്ചിരിക്കുക. രാജാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പം ഹെവി ടാക്സ്. അതുപോലെ തന്നെ അന്ന് സമൂഹത്തിൽ ഈ കഴിഞ്ഞ 500 വർഷത്തോ ഈ പറയുന്ന ഇത് നേരത്തെ മുതൽ ഈ മൗര്യ കാലം മുതൽ തന്നെ പിന്നെ കുഷാൻ കാലഘട്ടം അന്ന് സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ ഏറ്റവും കൂടുതൽ വിദ്യ ഉണ്ടായിരുന്ന ആൾക്കാർ ചണ്ടാലന്മാർ. അപ്പോൾ ഇന്ന് ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റി ചൊലിക്കും, ചണ്ടാലൻ അല്ലെങ്കിൽ ചാമർ എന്ന് പറഞ്ഞാൽ നെറ്റി ചൊലിക്കും. പക്ഷേ ചണ്ടാലൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചന്ദ് എന്ന് വെച്ചാൽ മൂൺ. അതുപോലെ വിദ്യ കൊണ്ട് അവരുടെ തലയ്ക്ക് ചുറ്റും ചന്ദ്രശോഭയുള്ള ആൾ എന്ന ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ചണ്ടാലൻ എന്നുള്ള അർത്ഥം വരുന്നത്. അതുപോലെ വിദ്യ കൊണ്ട്
വിദ്യ കൊണ്ട് പ്രകാശിക്കുന്നവൻ, വിദ്യയുടെ ശക്തി കൊണ്ട് പ്രകാശിക്കുന്നവൻ, അതാണ് ചണ്ടാളൻ. അപ്പം അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യ ഉണ്ടായിരുന്ന ജനങ്ങൾ ആ സമൂഹം ചണ്ടാളന്മാരായിരുന്നു, അതുപോലെ ചാമർമാരായിരുന്നു. അപ്പം അവരെ ഒതുക്കാൻ വേണ്ടി, അവരെ വിദ്യ കൊണ്ടാണ് ഇവർ ഏറ്റവും മികച്ച നിലയിലെത്തിയത്, അല്ലെങ്കിൽ ഉന്നമനത്തിലെത്തിയത്. അതുകൊണ്ട് വിദ്യ ഇല്ലാതാക്കിയാൽ ഇവർ താഴെ വീഴുമെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണർ, അതായത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ ആ കാലഘട്ടത്തിലുള്ള ബ്രാഹ്മണർ എന്ത് ചെയ്തു? ഇവരെ വിദ്യയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ വിദ്യാകേന്ദ്രങ്ങളും തല്ലിപ്പൊളിക്കുകയും അതെല്ലാം കീഴ്പ്പെടുത്തി അതെല്ലാം നശിപ്പിക്കുകയും അതിന് ഇവരെ വിദ്യയിൽ നിന്ന് ഒഴിവാക്കി ഇവരെ നഗരത്തിന് വെളിയിലേക്ക് ആട്ടിപ്പായിച്ചു. ഇവർ താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന് വസതികളെല്ലാം പിടിച്ചു പറിക്കുകയും അതൊക്കെ ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുകയും ഇവരെ നഗരത്തിന് വെളിയിലേക്ക് ആട്ടിപ്പായിക്കുകയും ചെയ്തു. അങ്ങനെ നഗരത്തിന് വെളിയിലേക്ക് ആട്ടിപ്പായിച്ച അതുവരെ സ്വഭാവമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ നഗരത്തിന് വെളിയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല, തിന്നാനൊന്നുമില്ല, കിടക്കാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ചെന്നപ്പോഴത്തേക്കും അവരുടെ ആ ദുർബലത ചൂഷണം ചെയ്യാനായിട്ട് ഈ അങ്ങും ബ്രാഹ്മണ കോളനികൾ ധാരാളമുണ്ട്. ആര്യാവർത്തത്തിൽ ധാരാളം ബ്രാഹ്മണ കോളനികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇതുപോലെ മലം എടുത്തുകൊണ്ട് പോകുന്ന, അതിൽ ഈ സിവേജ് സിസ്റ്റം ഇല്ലായിരുന്നു, ഓടകൾ അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റംസ് ഇല്ലായിരുന്നു. അവരുടെ മലമെല്ലാം കുഴിക്കത്തുനിന്ന് എടുത്തുകൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ ഈ വിദ്യാസമ്പന്നരായിരുന്ന ഈ വിഭാഗം ചാമരയും ചണ്ടാളനെയും കൊണ്ട് അവർ മലം കോരിക്കുന്ന തോട്ടിപ്പനെയൊക്കെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചണ്ടാളന്മാർ ഇത്ര ഉന്നത നിലയിൽ വിദ്യ നേടിയിരുന്ന വിദ്യാസമ്പന്നരായ ചണ്ടാളന്മാരെ ഇങ്ങനെ തോട്ടിപ്പണിക്ക് നിയോഗിച്ചാണ് അവരിങ്ങനെ അധികൃത വർഗമായി മാറിപ്പോയത്. അതുപോലെ തന്നെ ചാമറിനെ അതുപോലെ തന്നെ തല്ലി ഓടിക്കുകയും കാട്ടിലൊക്കെ പോയി ചീഞ്ഞ അഴകിയ അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന ജീവികളെ ഭക്ഷിക്കാൻ ഉള്ള രീതിയിൽ അവരെ പറഞ്ഞു വിടുകയും അതിൽ നിന്ന് അതിൻ്റെ തോലെടുത്തുകൊണ്ട് വന്നിട്ട് ഇവർക്കൊക്കെ ചപ്പലും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ഇനി ചെയ്യാവൂ എന്ന് എഴുതി വയ്ക്കുകയും അങ്ങനെ ചാമർമാരെ ആ രീതിയിൽ പറഞ്ഞ് അധകൃത വർഗമാക്കി മാറ്റിയൊക്കെ എടുത്തത് ഈ ഗുപ്ത ഭരണകാലത്താണ്, അല്ലെങ്കിൽ ഗോൾഡൻ ഏജിന് ശേഷമുള്ള ഈ ചന്ദ്രഗുപ്ത ഒന്നാമൻ്റെ കാലം മുതലാണ്. അങ്ങനെ ചണ്ടാളന്മാരെയും ചാമർമാരെയും അധകൃത വർഗമായി മാറ്റി. ഏറ്റവും ഉന്നത വിദ്യ ഈ ചണ്ടാളന്മാരിൽ നിന്നാണ് പിന്നെ ചാണക്യന്മാരുണ്ടായത്. അതായത് ചണ്ടാളന്മാരിൽ 100% ആൾക്കാരും വിദ്യാസമ്പന്നരാണ്. അതിനകത്ത് തന്നെ അപ്പം ഹൈ റാങ്കുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന റാങ്കായിരുന്നു ചാണക്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ചണ്ടാളന്മാരിൽ ധാരാളം ചാണക്യന്മാരുണ്ട്. ചാണക്യന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണനല്ല, ചണ്ടാളൻ തന്നെ ഉള്ള ഹൈ റാങ്കുള്ള ചണ്ടാളന്മാർക്കാണ് ഈ ചാണക്യൻ എന്ന റാങ്ക് കൊടുക്കുന്നത്. ഒരു ചാണക്യനല്ല, 100 കണക്കിന് ചാണക്യന്മാരുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഉന്നത തലത്തിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്ന ഒരു സമൂഹത്തിലെ 100% ആൾക്കാർ വിദ്യാഭ്യാസം ചെയ്തിരുന്ന ആൾക്കാരിൽ ഏറ്റവും ഉന്നതരായ സ്കോളർമാർക്ക് കൊടുക്കുന്ന ഒരു റാങ്കായിരുന്നു ഈ ചാണക്യൻ എന്ന് പറയുന്നത്. അങ്ങനെ 100 ചാണക്യന്മാരുണ്ടായിരുന്നു. അല്ല, ചാണക്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ചാണക്യൻ ഒരു ബ്രാഹ്മണനും ചാണക്യനൊന്നും അല്ല, അതൊക്കെ വെറും ഫേക്കാണ്. അങ്ങനെയുള്ള ചരിത്രത്തിൽ അങ്ങനെ ഒരു ചാണക്യനെ ഉണ്ടായിരുന്നില്ല, ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പം ഇതിന് ശേഷം ഇങ്ങനെ ഈ ചണ്ടാളന്മാരെയും ചാമർമാരെയും ഒക്കെ നഗരത്തിന് വെളിയിലാക്കുകയും അവരെയൊക്കെ അധകൃത വർഗമാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഈ ചന്ദ്രഗുപ്ത ഒന്നാമൻ്റെ കാലത്തോട്ടാണ്. അതിനുശേഷം അദ്ദേഹം 15 വർഷം രാജ്യം ഭരിച്ചു. 15 വർഷം രാജ്യം ഭരിച്ചപ്പോഴത്തേക്ക് അതിനുശേഷം 335 അദ്ദേഹത്തിൻ്റെ മകൻ സമുദ്രഗുപ്തൻ രാജാവായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെല്ലാം തല്ലി നഗരം, കാരണം അവരൊക്കെ താമസിച്ചിരുന്ന നല്ല നല്ല വീടുകളിലായിരുന്നു, അവർക്ക് വിദ്യാസമ്പന്നരായിരുന്നു, നല്ല വീട്ടിൽ എഴുതു, അവർ കൃഷിപ്പണി ചെയ്തിരുന്നു, മറ്റ് പലതരം ബിസിനസ്സുകൾ ചെയ്തിരുന്നു, കൈത്തൊഴിലുകൾ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അവർ ക്ഷേമം വളരെ ഇതായിട്ട് ഈ ഗുപ്ത ഭരണകാലത്തിൻ്റെ ആദ്യത്തെ 80 വർഷം നല്ല രീതിയിൽ ജീവിച്ചവരുടെ എല്ലാ കയ്യിൽ ധനം ഉണ്ടായിരുന്നു, നല്ല വീട്ടിൽ താമസിച്ചിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ദരിദ്രരായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ സമൂഹം അങ്ങോട്ട് ചാടിക്കയറുകയും ഇവരുടെ എല്ലാം ഈ വസ്തുവകളെല്ലാം പിടിച്ചെടുക്കുകയും അവരെയൊക്കെ ആ നല്ല വീട്ടുകളിൽ നിന്ന് അടിച്ചോടിച്ച് അവരെല്ലാം നഗരത്തിന് വെളിയിൽ കിടിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും തൊഴിൽ ചെയ്യാൻ ആൾക്കാരില്ല. അതുപോലെ അന്നത്തെ ഈ അടിസ്ഥാനവർഗം തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാർ ഇല്ലാതാവുകയും അങ്ങനെ തൊഴിലിൽ അങ്ങനെ കാർഷികമായിട്ട് പുരോഗതിയില്ല, കാർഷിക പുരോഗതി മുഴുവൻ നശിച്ചു, അധോഗതിയിലായി. ചെറുകിട വ്യവസായങ്ങളെല്ലാം അധോഗതിയിലായി. കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം നഗരത്തിൽ വെളിയിലാക്കി. അതുപോലെ വിദ്യാസമ്പന്നരായ വിദ്യാകേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മോശം അവസ്ഥ ഉണ്ടായിരുന്നു ഈ സമുദ്രഗുപ്തൻ വന്നപ്പോഴത്തേക്കും. അങ്ങനെ ചന്ദ്രഗുപ്തൻ്റെ ഭരണത്തിന് ശേഷം വന്നു, 335 വന്നു. അങ്ങനെ ഉള്ള ഈ സമയത്താണ് ഈ സമുദ്രഗുപ്തൻ്റെ കയ്യിൽ ഒരു പാടലിപുത്രത്തിൽ വെളിയിൽ ഒരു ഗ്രീക്കിൽ എഴുതിയ രേഖ കിട്ടുന്നത്. ആ രേഖയ്ക്കകത്ത് അത് ഗ്രീക്കിൽ എഴുതിയ എന്തോന്ന് വായിക്കാൻ അറിയില്ല. പിന്നെ അപ്പോൾ ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവന്നു അത് വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെയാണ്.
അത് പാട്ലിപുത്രത്തിന് വെളിയിൽ ലോങ്കോവാലി എന്ന് പറഞ്ഞ പ്രമാണകുടി എന്ന് പറഞ്ഞൊരു വലിയ തടാകം. ആ തടാകത്തിൽ ധാരാളം കിണറുകളുണ്ട്. വലിയ തടാകമാണ്. വെള്ളം വരുമ്പോഴാണ് മുഴുവൻ ആ തടാകമായിട്ട് കിടക്കുന്നത്. വെള്ളം ഇല്ലെങ്കിൽ വേനൽക്കാലത്ത് അത് വലിയ ഗ്രൗണ്ടായിട്ട് നമുക്ക് തോന്നും. വലിയ ഗ്രൗണ്ടായിട്ട് അവിടെ പിള്ളേർ കളിക്കുകയും പശുവൊക്കെ മേയുകയും പോത്തുമൊക്കെ മേയുന്ന സ്ഥലമാണ്. ധാരാളം പുല്ലൊക്കെ വളർന്നിരിക്കും. ആ ഗ്രൗണ്ടിൻ്റെ നടുവിൽ വലിയ വലിയ കിണർ പോലുള്ള സ്ഥലമുണ്ട്. ആ കിണറ്റിലൊക്കെ എപ്പോഴും ഈ വേനൽക്കാലത്തും വെള്ളം കാണും. അങ്ങോട്ടൊന്നും ആരും പോകത്തില്ല. കാരണം ആ കുഴിക്കത്ത് വീണ് പിന്നെ കയറി വരാൻ പറ്റുന്ന അത്രയും വലിയ കിണർ പോലത്തെ കുഴികളാണ്. അപ്പോൾ ഈ കിട്ടിയ രേഖകളിൽ നിന്ന് എഴുതിയത് ഇതാണ്: ആ ലോങ്കോവാലിലെ തടാകത്തിലെ പ്രമാണകോടി എന്ന് പറഞ്ഞ ഈ തടാകത്തിൽ, ഈ പ്രമാണകോടി നമുക്കറിയാം, നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രമാണകോടി എന്ന് പറഞ്ഞ ഈ തടാകത്തിൽ ഈ വലിയ കിണർ പോലെയുള്ള കുഴിക്കകത്ത് ധാരാളം നിധികൾ ആരോ കൊണ്ടിട്ടിട്ടുണ്ട്. ആ നിധികൾ കൊണ്ടിട ഇതാണ്: മൗര്യരാജായ ചന്ദ്രഗുപ്ത മൗര്യൻ നന്ദരാജാവായ ധനനന്ദയെ ആക്രമിച്ചപ്പോഴത്തേക്കും അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ധനനന്ദ ഏറ്റവും കൂടുതൽ ധനമുണ്ടായിരുന്ന രാജവംശമായിരുന്നു നന്ദരാജവംശം. അദ്ദേഹത്തിൻ്റെ ധാരാളം ധനമുണ്ടായിരുന്നു. ആ ധനങ്ങളെല്ലാം ധാരാളം പെട്ടികളിൽ ആക്കി അദ്ദേഹം എൻ്റെ ഈ പണം കൊണ്ട് ഇനി ഒരു മൗര്യ രാജാവും ഇതുകൊണ്ട് ആളാകണ്ട, അല്ലെ അവന്മാർ ഇതുകൊണ്ട് വലിയ ആളൊന്നും ആകണ്ട, ജീവിക്കണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ധാരാളം പെട്ടികളിലാക്കി തേരിൽ കൊണ്ടുപോയി ഈ പ്രമാണകോടിയിലെ തടാകത്തിലെ ഈ വലിയ വലിയ കിണറ്റി എറിഞ്ഞു കളഞ്ഞു. അതായത് ഈ നിധികളെല്ലാം അവിടുത്തെ ട്രഷറിയിലുണ്ടായിരുന്ന സകല സ്വർണവും പൗഴം രത്നം വൈരം മറ്റ് ആഭരണങ്ങൾ വെള്ളി എന്ന് വേണ്ട, അതുപോലെ വിദേശ നാണയങ്ങൾ ഒന്നും ഉണ്ടായിരുന്നു. സ്വർണ്ണ നാണയങ്ങൾക്ക് ഗ്രീക്ക് നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നാണയങ്ങൾ ഇതുപോലെയുള്ള എല്ലാം വലിയ വലിയ പെട്ടികളിലാക്കി, ധാരാളം പെട്ടികളിലാക്കി തേരിൽ പല പ്രാവശ്യമായിട്ട് ഈ പ്രമാണകോടി കൊണ്ട് തട്ടി, ഈ കിണറ്റി കൊണ്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു രേഖയാണ് ഇപ്പോൾ ഈ സമുദ്രഗുപ്തന് കിട്ടിയത്. ഏതാണ്ട് 650 വർഷം പഴക്കമുള്ള ഒരു രേഖ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഒന്നൊന്നും ഒരു വിവരവുമില്ല. ഏതായാലും അതിന് ശേഷം ഈ രേഖ കിട്ടിയതിന് ശേഷം ഈ രാജാവ് സമുദ്രഗുപ്തൻ ആൾക്കാരെ വിട്ട് ഈ സ്ഥലം സന്ദർശിക്കുകയും അതുപോലെ അവിടുത്തെ ഈ കിണറ്റിനകത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ തപ്പി വെക്കണം. അങ്ങനെ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതുപോലെ ഈ തടാകമുണ്ട്, തടാകത്തിന് നടുക്ക് കിണറുണ്ട്. ആ ധാരാളം കിണറുകളുണ്ട്. ആ കിണറ്റിനകത്തൊക്കെ ഇവർ വലിയ കയറൊക്കെ കെട്ടി കല്ലുമൊക്കെ കെട്ടി ഇറക്കി നോക്കിയപ്പോഴത്തേക്ക് അത് ഏതെന്തിലൊക്കെ പോയി തട്ടുന്നു മുട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലോഹം പെട്ടികളൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു ദിവസം ഇത് നിധികളെല്ലാം പൊക്കെടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം ഈ നിധിയെല്ലാം പൊക്കെടുക്കുന്നുണ്ട്. അപ്പം ആ നിധിയെല്ലാം പൊക്കെടുക്കാനായിട്ട് ആരെക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ആ വനമേഖലയായിരുന്നു, മലയും വനവുമായിരുന്നു. ആ മേഖലയിലുള്ള സാധാരണ അടിസ്ഥാന ജനങ്ങളെങ്കിലും അവിടെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടി അവർക്കെല്ലാം അവർ പറഞ്ഞു ഇതിൻ്റെ 10-1 തരണം, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം അവർ പറഞ്ഞ് ആദ്യമേ പകുതി തരണമെന്ന്, അവസാനം ഇവർ പറഞ്ഞ് 10-1 തരാമെന്ന്, അതിന് പിന്നെ 20-1 പറഞ്ഞു, പിന്നെ 25% തരാമെന്ന്. അങ്ങനെ പറഞ്ഞ് അവസാനം പകുതി തരാമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പിന്നെ സമ്മതിച്ച് പകുതിക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുകയും അവസാനം ഈ നിധിയെല്ലാം അവിടുന്ന് വെളിയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് വിഷ്ണു അവിടെ എത്തി. വിഷ്ണു നേരത്തെ തന്നെ സമുദ്രഗുപ്തനോട് തട്ടിക്കയറി എന്തിനാണ് അവർമാർക്ക് പകുതി കൊടുക്കാമെന്ന് പറഞ്ഞത്, വല്ല 10-1 കൊടുത്താൽ പോരായിരുന്നു, എന്തിനാണ് ഇയാൾ പറഞ്ഞു ഒരു നിവൃത്തിയില്ല, എന്നിട്ട് ഈ കിണറ്റിൽ ഇറങ്ങി ഈ നിധിയെല്ലാം എടുക്കാൻ ആരെ കണ്ടാലും പറ്റുമോ, അത് അവരെ കൊണ്ട് തന്നെ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പകുതി കൊടുക്കാൻ സമ്മതിച്ചത്. അപ്പോൾ അങ്ങനെ പകുതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നിധിയുടെ ഏതാണ്ട് 3/4 ഭാഗവും വെളിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ ബാക്കി പെട്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഏതാണ്ട് ഒത്തിരി പെട്ടി വെളിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണു ഉടനെ ഇനി പണി നിർത്തി വയ്ക്കുക, നമുക്ക് വല്ല ആഹാരം കഴിച്ചിട്ടോ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പണി ചെയ്യാമെന്ന് പറയുകയും ഉടനെ എല്ലാവരും തളർന്ന് ഈ പണി ചെയ്ത ആൾക്കാർ 100 കണക്കിന് ആൾക്കാർ ഈ തൊഴിലാളികളെല്ലാം ആ കിണറിന് ചുറ്റും അവിടെ എല്ലാം ഇരിക്കുകയും അവർക്കെല്ലാം ഈ വിഷ്ണു ഉടനെ തന്നെ മോഹിനി എന്ന് പറഞ്ഞൊരു വേശ്യയെ കൊണ്ടുവന്ന്, സുന്ദരിയായ വേശ്യയെ കൊണ്ടുവന്ന് ഇവർക്കെല്ലാം ലഹരി പദാർത്ഥം കുടിക്കാൻ കൊടുത്തു. ലഹരി പദാർത്ഥം ഈ പെണ്ണിനെ കണ്ടതോടുകൂടി ഈ പണിയായിരുന്നവരെല്ലാം അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ കൊടുത്ത് ലഹരിപാനീയം മേടിച്ച് കുടിക്കുകയും, പക്ഷേ അത് വിഷം കലക്കിയതായിരുന്നു. അത് കുടിച്ചവന്മാർ മിക്കവാറും പരയെല്ലാം വന്ന് നൊരയും പതയെല്ലാം വന്ന് അവരെല്ലാം ചത്തുപോയി. അതുപോലെ തന്നെ അത് കുടിക്കാതിരുന്ന കുറേ ആൾക്കാരുണ്ട്, ഇത് തട്ടിപ്പാന്ന് മനസ്സിലായി കുടിക്കാതിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കുടിച്ചില്ല, അവർ കമഴ്ത്തി കളഞ്ഞു, അവർ ചത്തില്ല, അവർ ചത്തുപോലെ കിടന്നു. ആ സമയത്താണ് വിഷ്ണുവും ഈ സമുദ്രഗുപ്തനും ആൾക്കാരെല്ലാം കൂടി ഈ കിണറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ പെട്ടിയെല്ലാം തേരിലകത്ത് കയറ്റി കൊണ്ടുപോയി ഉടനെ ഈ
ചാകാതെ കിടന്ന ആൾക്കാരെല്ലാം എണീറ്റ് വന്ന് അടി പിടി ഉണ്ടാകുകയും ചില പെട്ടികൾ തെറിച്ചു പോയി, കുതിരയ്ക്ക് അടി കൊണ്ട്, ആൾക്കാർക്ക് അടി കൊണ്ട്, ചിലരുടെ കൈയൊടിഞ്ഞ് കാലിടിഞ്ഞു, അങ്ങനെ പല സംഘടനകളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ വൈശ്യന്മാർ, അപ്പോൾ അതോടുകൂടി വിഷ്ണു അതിന് ഇവിടെ എത്തു. അതുപോലെ ചന്ദ്രഗുപ്തൻ്റെ അടുത്ത് ധാരാളം പണമായി. അതിനപ്പോഴത്തേക്കും പിന്നെ ചന്ദ്രഗുപ്തനെ കൊണ്ട് ഇത് അശ്വമേധ യാഗമൊക്കെ നടത്തി. പിന്നെ ചന്ദ്രഗുപ്തൻ അങ്ങനെ ഈ കുഷാൻ കനിഷ്കയ്ക്ക് ശേഷം, കുഷാൻ രാജാവ് കനിഷ്കയ്ക്ക് ശേഷം ആദ്യമായിട്ട് പിന്നെ സ്വർണ്ണ നാണയം ഒക്കെ എടുത്തത് ഈ ചന്ദ്രഗുപ്തനാണ്. കാരണം ഇവിടെ ഇതിനകത്ത് കിട്ടിയ സ്വർണ്ണം കൊണ്ടാണ്. പിന്നെ അദ്ദേഹം പിന്നെ സുഖമായിട്ട് ജീവിച്ചു, കാരണം ധാരാളം ധനമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും. അപ്പം അങ്ങനെ രണ്ടാമത്തെ ബ്രാഹ്മണരുമായിട്ട് വളരെ അധികം അടുക്കാനായിട്ട് വീണ്ടും ഈ വൈശ്യന്മാർക്ക് വീണ്ടും അവസരം കിട്ടി. അപ്പം ഹിസ്റ്ററിയിൽ 2 ചാൻസ് ഉണ്ട്. ഒന്ന്, ഈ ഭാരതം നശിപ്പിച്ചതിന് ശേഷം അവരെ സമൂഹത്തിൽ 2ാം സ്ഥാനം ആക്കി കൊടുത്തത് ഒന്ന്. രണ്ടാമത്തെ ഈ കൂർമാവതാരം, അപ്പോൾ ഈ പറഞ്ഞ ഈ സംഗതിയാണ്, ഈ കണക്ട് ചെയ്യുന്ന ഈ നിധിയെല്ലാം കെട്ടിപ്പൊക്കി എടുത്ത് ആ സംഗതിയാണ് പിന്നെ ഇവർ കൂർമാവതാരം പറഞ്ഞുകൊണ്ട് ഈ അവതാര കഥയൊക്കെ എഴുതിയത്. അമൃതമല്ല അവർക്ക് കിട്ടിയത്, അവർക്ക് ധനമാണ് കിട്ടിയത്. അവരെ സംബന്ധിച്ച് അവർക്ക് ധനം, അന്ന് രാജ്യം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ധനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് രാജ്യം നടത്തിക്കൊണ്ട് പോകാൻ ധനമാണ് കിട്ടിയത്. ആ ധനമാണ് അമൃത കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്, അമൃതമല്ല ധനമാണ് കിട്ടിയത്. അപ്പം അന്ന് അതിനുശേഷം ഇതിന് അയാളുടെ മകൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ ചന്ദ്രഗുപ്തൻ 2ാമനാണ് വരുന്നത്. ചന്ദ്രഗുപ്ത 1ാമനേക്കാളും ചന്ദ്രഗുപ്തനേക്കാളൊക്കെ ഭയങ്കര ഭീകരനായിരുന്നു. അദ്ദേഹം പിന്നെ സതി നടത്തിച്ചു, ശൈശവ വിവാഹം നടത്തിയെടുത്തു, പിടിച്ചു പറി, കുടിയൊഴിപ്പിക്കൽ എന്നുകൊണ്ട് ഭയങ്കര ഗുണ്ടയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളുടെ മേൽ മെക്കെട്ട് കയറി ധാരാളം മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ രാജ്യത്തെ എത്തിച്ച ഒരു മഹാനാണ് ഈ ചന്ദ്രഗുപ്ത 2ാമൻ. അദ്ദേഹം അപ്പം BC 2ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ ബ്രാഹ്മണനും വൈശ്യനും ഈ ക്ഷത്രിയൻ ശൂദ്രനായിട്ടുള്ള ആ സ്ട്രക്ചർ അതിങ്ങനെയാണ് വരുന്നത്. ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. ക്ഷത്രിയൻ്റെ പിക്ചറിലേ ഇല്ല. അപ്പോൾ AD 3-4 അത് കൂടുതൽ ദൃഢമായി. ഈ സമുദ്രഗുപ്തൻ്റെ കാലത്ത് അത് കൂടുതൽ ദൃഢമായി. അപ്പം ചരിത്രത്തിൽ ഇങ്ങനെ 2 സംഭവങ്ങളോ, ഈ 2 സംഭവങ്ങളോടുകൂടിയാണ് ഈ ബ്രാഹ്മണരും വൈശ്യരും തമ്മിൽ സഹോദരങ്ങളായിട്ട് അല്ലെങ്കിൽ ഭായി ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. ഇന്നും അതുതന്നെ. ഇന്ന് ക്ഷേത്രത്തിന് അകത്ത് തട്ടിപ്പെല്ലാം നടത്തുന്ന ബ്രാഹ്മണരും പുറത്ത് തട്ടിപ്പെല്ലാം നടത്തുന്നത്, കച്ചവടം നടത്തുന്നത് വൈശ്യനുമാണ്. ഇന്ന് നമുക്കറിയാം ഇന്ത്യ വിൽക്കുന്നത് 4 പേരാണ്. 2 പേര് വാങ്ങുന്നു, 2 പേര് വിൽക്കുന്നു. ഇതാണ് ഈ ഗുജറാത്തി വൈശ്യന്മാർ. ഈ വൈശ്യരും ബ്രാഹ്മണനും തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങിയത് ഇന്ന് തന്നെയല്ല, 2000 വർഷം മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള ഈ അവിഹിത ബന്ധം തുടങ്ങിയതാണ്. അത് ചരിത്രത്തിൽ പലതരത്തിൽ അവർ വീണ്ടും ഒത്തൊരുമിക്കുന്നുണ്ട്. ഇപ്പോഴും അതിനെ തുടരുകയാണ്. ഇനി മറ്റൊരു വിഷയമായി പിന്നീട്